CPM BJP അന്തർധാര സജീവമാണ്. അതുകൊണ്ട് അടുത്ത തവണയും CPM തന്നെ അധികാരത്തിൽ വരും. പറയുന്നതിന്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് CPM അധികാരത്തിൽ വന്നാൽ മാത്രമേ BJPക്ക് വളർച്ചയുള്ളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ 10 വർഷത്തെ ഭരണം ജനങ്ങൾ പൊറുതിമുട്ടി. ഇനി CPM വരണ്ട എന്ന് ജനങ്ങൾ തീരുമാനിക്കും എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. മറ്റൊരു വിഭാഗം പറയുന്നത് 2026-ൽ UDF തരംഗമായിരിക്കും, UDF ആയിരിക്കും വരുന്നത്. അവിടെ അതിനുള്ള കടിപിടികൾ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനം ആർക്ക് എന്നുള്ളതിന്റെ കടിപിടികളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ CPM BJPക്ക് വളരണമെങ്കിൽ CPMന്റെ എന്തെങ്കിലും പിന്നെ എന്താ പറയുക, ആ വളർച്ചയുടെ വളവും വെള്ളവും ഒക്കെ CPMൽ നിന്ന് വരണമോ BJPക്ക് വളരണമെങ്കിൽ? അല്ല, സത്യത്തിൽ അതിന്റെ ആവശ്യമൊന്നുമില്ല. എനിക്ക് അങ്ങനെ ഇതിൽ ഏത് കണക്കിലാണ് ഇവർ പറയുന്ന ഒരു ബോധ്യം വരുന്നില്ല. കാരണം കേരളത്തെ സംബന്ധിച്ച് BJPക്ക് വളരാനായിട്ടുള്ള എല്ലാ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും നിലവിലുണ്ട്. അതിന് നല്ല വളക്കൂറുള്ള മണ്ണാണ് കേരളം. കാരണം ഏകദേശം ബംഗാൾ പോലെയാണ് കേരളം. കാരണം ബംഗാളിന്റെ സവിശേഷത കേരളത്തിനും ബംഗാളിനും ഒരുപാട് കാര്യങ്ങൾ സാമ്യമുണ്ട്. അത് വിദ്യാഭ്യാസപരമായിട്ടും ചിന്താപരമായിട്ടും ഒക്കെ തന്നെ ഒരുപാട് സാമ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആ തരത്തിലൊരു സാമ്യം കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് കേരളത്തിൽ BJPക്ക് വളരാനുള്ള എല്ലാ സാഹചര്യവും നിലവിലുണ്ട്. പിന്നെ നമുക്ക് ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് മാത്രമാണ് പലരും ക്രിയേറ്റ് ചെയ്യുന്ന ചില നറേഷൻസ് ഉണ്ട്. ഇപ്പം അടുത്ത പ്രാവശ്യം 2026-ൽ ഇവിടെ കേരളത്തിൽ ആരാ അധികാരത്തിലെത്തുന്നു, അത് വേണമെങ്കിൽ ഇടതുപക്ഷം എത്താം, നല്ല സാധ്യതയുണ്ട്. കാര്യം ഇപ്പം നമ്മൾ ധരിക്കുന്ന പോലെ ജനങ്ങൾ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരാണ് എന്നൊന്നും പറയാൻ സാധ്യമല്ല. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അതിന് കാരണം എന്താ വെച്ചാൽ ഇതിനുകൊണ്ട് ഗുണഭോക്താക്കളായിരിക്കുന്ന ആളുകൾ നിരവധി ഉണ്ടല്ലോ. കാരണം നിശ്ചിതമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഒരു 35-40% ഇടയ്ക്ക് വോട്ട് അവരെ സംബന്ധിച്ചുണ്ട്. ഈ വോട്ട് അവർക്കുണ്ട്. കോൺഗ്രസ് പാർട്ടിക്ക് അത്ര വോട്ടില്ലല്ലോ. കോൺഗ്രസിന് പരമാവധി UDFന് പരമാവധി കിട്ടാവുന്നത് ഒരു 35% വരെയൊക്കെ വോട്ടേ അവർക്കുള്ളൂ. അതിൽ കോൺഗ്രസിന്റെ വോട്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 25% താഴെയാണ്. അത്ര വോട്ടേ കോൺഗ്രസിനെ സംബന്ധിച്ചുള്ളൂ. പിന്നെ കോൺഗ്രസിന്റെ സഖ്യകക്ഷികൾ ആരാണ്? മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിൽ എല്ലാ മുസ്ലിങ്ങളുടെ വോട്ട് ലീഗ് വിചാരിച്ച് ഇപ്പം കിട്ടുമോ? കിട്ടില്ല. ചില ആളുകൾ പറയാറുണ്ട് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ പാർട്ടിയാണെന്ന്. പക്ഷെ എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും, കേരളത്തിലെ മുസ്ലിങ്ങളുടെ പിന്നാക്ക വിഭാഗത്തിന്റെ വോട്ടുകൾ മുസ്ലിം ലീഗിന് കിട്ടില്ല. അത് കിട്ടാൻ പോകുന്നത് വേറെ ആളുകൾക്കാണ്. അത് ലീഗിന്റെ വിരുദ്ധരായിരിക്കുന്ന ആളുകൾക്കാണ് കിട്ടുക. സ്വാഭാവികമായിട്ട് ഇടതുപക്ഷത്തിന് കിട്ടും. നമ്മളിപ്പോൾ മലപ്പുറം ജില്ലയിൽ ചില സമയത്തൊക്കെ അവിടെയുള്ള എല്ലാ സീറ്റുകളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലീഗിന് കിട്ടും നമ്മൾ ധരിക്കുക. കിട്ടാറില്ല. ചില സമയത്ത് കിട്ടില്ല. ഇപ്പം നിലമ്പൂർ അടക്കമുള്ള മണ്ഡലങ്ങൾ CPMന് കിട്ടണമെന്ന് ലീഗിന് കിട്ടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അങ്ങനെ പല മണ്ഡലങ്ങളും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പൊന്നാനി കിട്ടാതിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ പല മണ്ഡലങ്ങളും ഇവർക്ക് നഷ്ടപ്പെടുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് വരുന്ന തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് അത് ആർക്ക് അനുകൂലമായിരിക്കും നമുക്ക് പറയാൻ വേണ്ടി സാധ്യമല്ല. കാരണം കോൺഗ്രസ് പാർട്ടിക്ക് അനുകൂലമല്ലാതിരിക്കാൻ പല കാരണങ്ങളും അതിനെ സഹായിക്കുന്നുണ്ട്. കാരണം ഇതിനകത്ത് BJP ആവശ്യമില്ല. കാരണം BJPയെ സംബന്ധിച്ച് BJPയുടെ വോട്ടുകൾ പരമാവധി വർദ്ധിപ്പിക്കുന്നു. BJPക്ക് ചില 5, 8, 10 സീറ്റ് വരെ കിട്ടാവുന്നതാണ്. അത്ര സീറ്റ് വേണമെങ്കിൽ BJPക്ക് കിട്ടാം. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഹായമില്ലാതെ കണ്ട്, കോൺഗ്രസിന്റെ സഹായമില്ലാതെ കണ്ട് കേരളത്തിൽ BJPക്ക് സ്വന്തമായിട്ട് സീറ്റ് കിട്ടാം. നല്ല എക്സാമ്പിളാണ് തൃശ്ശൂര്. 75,000 വോട്ടിനാണ് അവിടെ നിന്ന് സുരേഷ് ഗോപി ജയിച്ചത്. അതിന് കാരണം കേരളത്തില് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് രാഷ്ട്രീയത്തോട് താല്പര്യമില്ലാത്ത 20 തുടങ്ങിയിട്ട് 25% വരെ വോട്ടുകൾ കേരളത്തിൽ നിലവിലുണ്ട്. സാർ, പക്ഷെ തൃശ്ശൂര് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു പ്രഭാവം കൂടി ആളുകൾ കണക്കിലെടുത്ത് ഇത്തവണ എല്ലാവരും വിചാരിച്ചത് പാലക്കാട് BJP അധികാരം പിടിക്കും എന്നുള്ളതാണ്. പക്ഷെ പാലക്കാട് അവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റ് അല്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുന്നുണ്ട്. പക്ഷെ അങ്ങനെ അല്ലെങ്കിൽ പോലും 3ാം മുന്നണി വരണമെന്ന് ആഗ്രഹിക്കുന്ന കുറെ ആളുകൾ കേരളത്തിലുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ വോട്ടിംഗ് ഷെയർ വർദ്ധിപ്പിക്കുന്നു എന്നതിനപ്പുറം സീറ്റുകൾ പിടിച്ച് അധികാരത്തിലേക്ക് വരാൻ BJP ശ്രമിക്കാത്തത് എന്തുകൊണ്ടാണ്? അത് എനിക്കിപ്പോൾ പാലക്കാട് നല്ല എക്സാമ്പിളാണ്. പാലക്കാട് BJP ജയിക്കുന്ന പ്രതീക്ഷിച്ച ഒരാളല്ല ഞാനത് BJPയുടെ 3ാം സ്ഥാനത്താകുമെന്ന് ധരിച്ചുപോയ ആളും കൂടിയാണ്. അത് 2ാം സ്ഥാനത്തായതുപോലും വലിയൊരു നേട്ടമാണെന്നാണ് എൻ്റെയൊക്കെ പ്രതീക്ഷ. കാരണം BJPക്ക് അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയൊന്നും പാലക്കാടുണ്ടായിരുന്നില്ല. കാരണം എപ്പോഴും നമ്മുടെ ബൈ ഇലക്ഷനുകളുടെ സവിശേഷത അത് ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് എന്നും കുറച്ച് വോട്ട് കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം അവിടെയുണ്ട്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വിരുദ്ധമായിട്ടുള്ള ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സംവിധാനം നിലവിലുള്ള സ്ഥലത്ത് സ്വാഭാവികമായിട്ട് വോട്ട് ചെയ്യേണ്ടത് കോൺഗ്രസിനാണ്. അത് സാധാരണക്കാർ ചെയ്യും. BJPക്ക് കിട്ടാവുന്ന BJPയുടെ നിശ്ചിതമായിട്ടുള്ള വോട്ട് അവർക്ക് കിട്ടുമെന്നുള്ളതാണ്. അത് ഏകദേശം അവർക്ക് കിട്ടിയിട്ടുണ്ട്. വല്ല കുറച്ച് വോട്ട് കുറഞ്ഞിട്ടുണ്ടാവാൻ വേണ്ടി സാധ്യതയുണ്ട്. അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. ഈ പാലക്കാട് സന്ദീപ് വാര്യരുടെ കൂറുമാറ്റം ഏതെങ്കിലും തരത്തിൽ BJP പാലക്കാട് മാത്രമല്ല കേരളത്തിൽ തന്നെ BJPക്ക് എന്തെങ്കിലും നഷ്ടം
സംഭവം. കാരണം സന്ദീപ് വാര്യർ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും നമുക്കാർക്കും ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. വെറുപ്പിന്റെ ഫാക്ടറിയാണ് BJP, വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുകയാണ്, മോദി വെറുപ്പിന്റെ നേതാവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ തിരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങളെ ഒരു തരത്തിൽ ഒന്ന് വേറിട്ട് ചിന്തിക്കാൻ കുറച്ച് കാര്യങ്ങൾ സന്ദീപ് വാര്യർ എറിഞ്ഞു കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ എന്താ പറയുക, ഈ പാമ്പിന് പാലൂട്ടി എന്നൊക്കെ പറയുന്നത് പോലെ അത്തരത്തിൽ BJP-യിൽ നിന്നുകൊണ്ട് BJP-യുടെ പേര് പറഞ്ഞ് വളർന്ന ഒരാൾ പെട്ടെന്ന് തന്നെ കൂറുമാറ്റം നടത്തുന്നു. അപ്പോൾ ഈ ഇരിക്കാൻ കസേര കൊടുത്തില്ല എന്നുള്ളൊരു പേരിലാണ് സന്ദീപ് വാര്യർ ഇറങ്ങിപ്പോയതെന്ന് സന്ദീപ് വാര്യർ അടക്കമുള്ളവർ പറയുന്നു. പക്ഷേ ഇരിക്കാൻ ഒരു കസേരയ്ക്കപ്പുറം കുറച്ചുകൂടി ഈ സ്ഥാനമാനങ്ങൾക്കപ്പുറം ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു വളർന്നു വരുന്ന ഒരാൾക്ക് കൊടുക്കേണ്ട എന്താ പറയുക നിലപാടുകൾ അത്തരത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്ന കാര്യങ്ങളോ ഒന്നും BJP-യിൽ നിന്ന് കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പലരും ഇറങ്ങിപ്പോകുന്നവരുണ്ട്. അതിലൊരു ഉദാഹരണമാണ് സന്ദീപ് വാര്യർ. അത്തരത്തിൽ BJP-ക്കുള്ളിൽ ഈ തമ്മിത്തല്ല്, പ്രശ്നങ്ങൾ, അധികാര വടംവലി, അങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ? എനിക്കത് അങ്ങനെ തോന്നിയില്ല. കാരണം ഇപ്പോൾ സന്ദീപ് വാര്യരെ കുറിച്ചിട്ട് എനിക്ക് അത്ര അടുപ്പമില്ലെങ്കിൽ ഞാൻ പറയുകയാണ്, എനിക്ക് അത്ര വലിയ നേതാവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം BJP-യുടെ ഏതെങ്കിലും സംസ്ഥാന ഭാരവാഹിയായിരുന്നു അദ്ദേഹം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ചെറുപ്പക്കാരനാണ്, സാമാന്യ ചാനലുകളിൽ വന്നിരുന്നിട്ട് വളരെ ഭംഗിയായിട്ട് സംസാരിക്കും. പക്ഷെ ഞാൻ മനസ്സിലാക്കിയതും കൊണ്ട് ആൾ വലിയ സാമ്പത്തിക പരാധീനതയിലായിരുന്നു. കാരണം അയാൾക്ക് ഒരുപാട് സാമ്പത്തികമായിട്ട് കടമുണ്ടെന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ ഈ കടമുള്ള സമയത്ത് BJP ഇത് പരിഹരിക്കുന്നില്ല. അയാളുടെ പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കസേര കിട്ടാത്തതിൻ്റെ പ്രശ്നമാണെന്ന് എനിക്ക് അങ്ങനെ തോന്നിയില്ല. കസേരയേക്കാൾ ഉപരിയായിട്ട് ഞാൻ കേട്ട സംഗതികൾ വലിയ സാമ്പത്തിക പരാധീനത അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ സാമ്പത്തിക പരാധീനത പരിഹരിക്കാൻ വേണ്ടിയിട്ട് BJP-യിൽ നിന്നാൽ സാധ്യമല്ല. അപ്പം അദ്ദേഹം ഓൾട്ടർനേറ്റീവ് തിരക്കണം. അതാണല്ലോ പഴയ മന്ത്രി ബാലൻ പറഞ്ഞല്ലോ അതിനെക്കുറിച്ചിട്ട്. ബാലൻ പറഞ്ഞത് 2 കോടി രൂപ CPM-നോട് ചോദിച്ചു എന്നാണ് ആ പാർട്ടി ചേരാൻ വേണ്ടിയിട്ട്. സന്ദീപ് വാര്യർ ചോദിച്ചു എന്നാ ബാലൻ പറഞ്ഞത്. അപ്പോൾ എനിക്ക് അതിനകത്ത് ബാലനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. ഞാൻ അറിഞ്ഞിടത്തോളം കാലം കൊണ്ട് സന്ദീപ് വാര്യർക്ക് ഒരു ഭാരിച്ച തുകയുടെ കടമുണ്ട്. ഈ കടം വീട്ടാതിരിക്കാൻ പറ്റില്ല. ചെറുപ്പക്കാരനല്ലേ, അയാൾക്ക് ഒരുപാട് പൈസയുടെ ആവശ്യമുണ്ടാവും. ആ പൈസയുടെ ആവശ്യമുള്ള സമയത്ത് ആ പണം കിട്ടാൻ അയാൾക്ക് BJP-യിൽ നിന്നാൽ സാധ്യതയില്ല. സ്വാഭാവികമായിട്ട് അയാൾ ഇടതുപക്ഷത്തെ സമീപിച്ച് നോക്കി കാണണം. ബാലൻ പറഞ്ഞ പോലെ സമീപിച്ചു. അവർ 2 കോടി കൊടുക്കാൻ തയ്യാറില്ല. ആ വില അവർ സമ്മതിക്കുന്നില്ല. കുറച്ചും കൂടി വില കിട്ടാവുന്ന സ്ഥലം കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസിലേക്ക് പോയി. അല്ല, 2 കോടി ചോദിക്കാമല്ലോ. ഇപ്പം ഞാൻ ചോദിക്കുന്ന സമയത്ത് എനിക്ക് വേണമെങ്കിൽ 5 കോടി ചോദിക്കാമല്ലോ. വിലയില്ല എന്നുള്ളവരും ധന്യിക്കാനുള്ള ബോധ്യം വരിക. അത് കേൾവിക്കാർക്കും ബോധ്യം വരുന്നുണ്ട്. അപ്പോൾ ബാലൻ ഈ പുള്ളിക്ക് വില കണ്ടപ്പോൾ ആ വില കണ്ടില്ല, കുറച്ചുകൂടി കുറഞ്ഞ വിലയായിട്ട് കണ്ടു. ആ വിലയ്ക്ക് സന്ദീപ് വാര്യർക്ക് പോകാൻ സാധ്യമല്ല. കുറച്ചുകൂടി കൂടുതൽ വില കൊടുക്കാൻ തയ്യാറുള്ള കോൺഗ്രസ് ആണ്. സ്വാഭാവികമായിട്ട് അങ്ങനെ അങ്ങോട്ട് പോയി. അപ്പം എനിക്കതിനകത്ത് സന്ദീപ് വാര്യരെ കുറ്റപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം സന്ദീപ് വാര്യർക്ക് നിവൃത്തിയില്ല. സാമ്പത്തികമായിട്ടുള്ള പരാധീനതയുണ്ട്. അതുകൊണ്ട് പണം വേണം. നിരവധി ചെലവുകളുണ്ട്. ഈ ചെലവുകളൊക്കെ വഹിക്കണ്ടേ ആ മനുഷ്യൻ. അപ്പോൾ ആ ചെലവുകളൊക്കെ വഹിക്കേണ്ടതിൻ്റെ പേരിൽ ആ പണം കിട്ടാവുന്ന സ്ഥലത്തേക്ക് അദ്ദേഹം പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതെനിക്കൊരു BJP-യിലെ പ്രശ്നമായിട്ട് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. മറിച്ച് BJP-യെ സംബന്ധിച്ച് കേരളത്തിൽ BJP-ക്ക് ഒരു സ്പേസ് ഉണ്ട്. ആ BJP-യുടെ സ്പേസ് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് കൂട്ടിക്കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ പഴയ കാലത്തുണ്ടായിട്ടുള്ള കോൺഗ്രസ് ആയിട്ട് കമ്മ്യൂണിസ്റ്റുകാർ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോലി സഖ്യം എന്നാണ്. അത് ഉണ്ടായിരുന്നൊരു സഖ്യമാണല്ലോ അത്. ഞാൻ അതിനെക്കുറിച്ച് പല സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 1990-കളിലൊക്കെ തന്നെ അത്തരത്തിൽ KG മാരാരൊക്കെ തന്നെ ഇലക്ഷൻ മത്സരിച്ച സമയത്താണെന്ന് എൻ്റെ ഓർമ്മ. മഞ്ചേശ്വരത്ത് അന്നായിരുന്നു. അതേപോലെ തന്നെ വേറെ ചില ആളുകൾക്ക് മത്സരിച്ചിരുന്നു. അന്നൊരു സഖ്യം ഉണ്ടായിരുന്നു. കോൺഗ്രസ് ആയിട്ട് ലീഗുമായിട്ട് BJP-ക്ക് സഖ്യം ഉണ്ടായിരുന്നു. അതിന് നേതൃത്വം കൊടുത്ത ആളുകളിൽ ഒരാളാണ് KG മാരാർ, PP മുകുന്ദൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ. അതിനെക്കുറിച്ചിട്ട് KG മാരാർ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നിപ്പോൾ അതേ ആയുധം തന്നെ എടുത്ത് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് എടുത്ത് ഉപയോഗിക്കുകയാണ്, ഈ സഖ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. നിലവിൽ ഞാൻ മനസ്സിലാക്കുന്നത് BJP അതിനേക്കാൾ വളരെ വളരെ മുമ്പോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നുണ്ട്. അവർക്ക് 20, 25, 30% വോട്ട് പിടിക്കാവുന്ന ത്രാണി അവരെ സംബന്ധിച്ചുണ്ട്. ആ ത്രാണി അവരെ സംബന്ധിച്ചുള്ളപ്പോൾ അവരവരുടെ പരമാവധി വോട്ട് പിടിച്ചാൽ സ്വാഭാവികമായിട്ട് ക്ഷീണം സംഭവിക്കുന്നത്. കാരണം കോൺഗ്രസിന് ക്ഷീണം സംഭവിക്കാൻ BJP വേണ്ട. കാരണം കോൺഗ്രസിന് നേതാക്കന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ പ്രസ്താവന ഇപ്പം എന്തായിരുന്നു? അങ്ങനെ പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യുന്നതാണല്ലോ സംസാരിച്ചത്. അത്രയൊന്നും ഒരു BJP-യുടെ നേതാവ് സംസാരിച്ചിട്ടില്ലല്ലോ. അതേപോലെ തന്നെ K. സുധാകരൻ്റെ നിലപാടെന്താണ്? അദ്ദേഹം പ്രതിപക്ഷ നേതാവിനെതിരാണല്ലോ. അതേപോലെ തന്നെ രമേശ് ചെന്നിത്തലയുടെ ഏർപ്പാടെന്താണ്? അദ്ദേഹം ഇവിടെ ചങ്ങനാശ്ശേരി പോപ്പിന്റെ സ്വന്തക്കാരനായിട്ട് പ്രവർത്തിക്കുകയാണല്ലോ. അങ്ങനെ കോൺഗ്രസിൽ 4, 5 ശശി തരൂർ വേറെ ഭാഗത്തുണ്ട്. 4, 5 മുഖ്യമന്ത്രിമാരാണ് കേരളത്തിൽ കോൺഗ്രസിന്. അപ്പൊ ഇവർക്കൊക്കെ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അടുത്ത ആൾ പരാജയപ്പെടേണ്ടി വരും.
അവർ പരാജയപ്പെടുത്തുവാനുള്ള എല്ലാ പരിശ്രമവും കോൺഗ്രസ്സുകാർ സ്വാഭാവികമായിട്ട് ചെയ്യും. പിന്നെ കോൺഗ്രസ് ജയിച്ചു എന്ന് എന്താ ചെയ്യപ്പാ? കോൺഗ്രസിന്റെ ഭരണകാലത്ത്, ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് പോലും സരിത തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ആ കാലത്താണ്. നമ്മുടെ ഇതിന്റെ എന്താ പറയുക, സൗരോർജ്ജ പദ്ധതിയൊക്കെ കൊണ്ടുവന്ന കാലത്താണ്. ഈ തരം ഒരുപാട് വിക്രസുകൾ നടത്തിക്കൊണ്ട് കോൺഗ്രസ് കട്ടുമുടിക്കുന്ന ഒരു സ്വഭാവമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ളത്. അത് കേരളത്തിൽ സാധാരണ ജനങ്ങൾക്കറിയാം. ഒരു 40 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഏതൊരാളെ സംബന്ധിച്ചും കോൺഗ്രസിന്റെ കളവിന്റെ ചരിത്രം അവരുടെ മുമ്പിലുണ്ട്. നമ്മുടെ മാധ്യമങ്ങള് ഒരു 10 കൊല്ലത്തെ കാലത്തിന് മുമ്പുള്ള കേരളത്തിന്റെ മാധ്യമങ്ങള് ചാനലുകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഏഷ്യാനെറ്റിലും മനോരമയിലും മാതൃഭൂമിയിലും ഒക്കെ വന്നിരുന്ന കോൺഗ്രസിന്റെ കളവിന്റെ ചരിത്രമാണ്. ഈ കളവിന്റെ ചരിത്രം അറിയാവുന്ന ആളുകള് ആരെങ്കിലും കോൺഗ്രസ്സുകാരനെ വോട്ട് ചെയ്യുമോപ്പാ? കോൺഗ്രസ്സുകാരന് വോട്ട് ചെയ്യില്ല. അപ്പൊ അതിന് കോൺഗ്രസ്സുകാരന് ആളുകൾ വോട്ട് ചെയ്യാതിരിക്കുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും പിണറായി വിജയനോടും എതിർപ്പുണ്ടെങ്കിൽ പോലും കോൺഗ്രസ്സുകാരന് വോട്ട് ചെയ്യില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് കോൺഗ്രസ്സുകാരും പരാജയപ്പെടുന്ന സമയത്ത് ഞങ്ങളുടെ കുട്ടികളൊക്കെ BJPക്കാർ കൊണ്ടുപോയി, ഇത് ഇവരെ തമ്മിൽ സഖ്യമാണ് എന്നൊന്നും പറഞ്ഞിട്ട് ആവശ്യമില്ല. BJPക്ക് കൃത്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് 20%-ലധികം 25% വരെയൊക്കെ വോട്ട് BJPക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ആ വോട്ട് BJPക്ക് കിട്ടുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് കോൺഗ്രസിന്റെ പരാജയം അനിവാര്യമാണ്. അവിടെ വേണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേണമെങ്കിൽ ജയിക്കാം, അതിന് സാധ്യതയാണ്. ജയിച്ചു എന്ന് വിചാരിച്ചിട്ട് അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു 15 കൊല്ലം ഭരിച്ചു എന്ന് വിചാരിച്ചിട്ടൊന്നും കേരളം കറവിക്കടലിൽ കൊണ്ടുപോകാനൊന്നും പോകണില്ല. അങ്ങനെയാണ് ഈ പഴയ കാലത്തിന് ബംഗാൾ കൊണ്ടുപോയാനല്ലോ, പോയില്ലല്ലോ. മറിച്ച് ബംഗാളിലെ ഏറ്റവും വലിയ പ്രസ്ഥാനമായിട്ട് BJP വളരാനുള്ള കാരണം അത് ബുദ്ധദേവ് ഭട്ടാചാര്യയും ജ്യോതിബാസുവും തന്നെയാണ്. ഇത് ഈ ഒരു തിരിച്ചറിവ് കേരളത്തിലെ BJP നേതാക്കന്മാർക്ക് ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്.